റഹ്മാനായ റബ്ബിനോട് പറഞ്ഞോളൂ. ആരെങ്കിലും പറയുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ കേട്ട് ആമീൻ പറയുന്നതിനേക്കാളും അപ്പുറം അവരവരുടെ മനസ്സ് തട്ടിക്കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങളുടെ കാര്യം പറയൂ. ഒറ്റക്കിരുന്നു കൊണ്ട് പറയൂ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയൂ. ആരും നിങ്ങളെ ശ്രദ്ധിക്കാനില്ല. നിങ്ങളും യജമാനായ റബ്ബും തമ്മിൽ നടക്കുന്ന കാര്യമാണത്. ആ സമയത്ത് പാപത്തിന്റെ കറകളെ കുറിച്ച് മഗ്ഫിറത്ത് ലഭിക്കാതെ ഒരാൾ റമദാനിൽ നിന്ന് കടന്നു പോകുന്നുവെങ്കിൽ അവനേക്കാൾ നഷ്ടകാരികൾ മറ്റാരാണെന്നും അത്തരത്തിലുള്ള ആളുകൾ മുഖം കുത്തി നരകത്തിൽ വീഴുന്നവരവസ്ഥയായിരിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവമോർത്തുകൊണ്ട് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ പ്രമാദമായ പ്രസിദ്ധമായ ഒരു സംഭവം നമ്മളൊക്കെ കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ രാത്രിയെ ഹയാത്താക്കുവാനും ഈ രാവ് നഷ്ടപ്പെടാതിരിക്കുവാനും, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ നമ്മുടെ സമയങ്ങൾ കവരും. അതിലേക്ക് പോയാൽ, അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിലേക്ക് പോയാൽ, തെറ്റായ സംസാരങ്ങളിലേക്ക് പോയാൽ അതൊക്കെ നമ്മുടേതായ നന്മകളെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മുമ്പിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കിനി കിട്ടാനില്ലാത്ത ഒരു റമദാനായിരിക്കാമെന്ന മനസ്സിൻ്റെ അകത്ത് നല്ലോണം അത് മനസ്സിനെ പഠിപ്പിച്ച് ആവുന്ന വിധത്തിലൊക്കെ ഏതൊക്കെ നന്മകളാണോ നമുക്ക് ചെയ്യാനാവുക ആ ചെയ്യാനാകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ ഹയാത്താക്കുവാൻ, ഇനി വരാനുള്ള ദിനരാത്രങ്ങളെ ഹയാത്താക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക.